Welcome to BSc Main Physics. This is paper 4, Atomic and Molecular Physics, Semester 5 class. Class number 44, Classical Theory of Raman Effect from Molecular Spectra. Classical Theory of Raman Effect. Raman Effect, Classical Theory. In the previous class, we have seen the quantum theory of Raman Effect and also the experimental details. The experimental details and the quantum theory of Raman effect we have seen in the previous class, and today we discuss the classical theory of Raman effect, the electromagnetic picture, the classical picture, the classical description of Raman effect. ഇപ്പോൾ രാമൻ എഫക്റ്റിൻ്റെ ക്ലാസിക്കൽ തിയറിയാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ രാമൻ എഫക്റ്റ് ഒന്ന് ക്വാളിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. ഇതും ഒരു എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എസ് എ പാർട്ടായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ രാമൻ സ്പെക്ട്ര ഒന്നുകൂടി നിങ്ങൾ ഓർമ്മയിലേക്ക് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏത് തിയറി ചോദിച്ചാലും ഈ ഡയഗ്രാം നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് രാമൻ സ്പെക്ട്രത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. നടുക്ക് കാണുന്ന പാരലൽ ലൈൻ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ലൈൻ അതിനെ റാലി ലൈൻ എന്ന് വിളിക്കുമെന്ന് പറയാം. ആ റാലി ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്റ്റോക്സ് ലൈൻസ്, ആൻറ്റി സ്റ്റോക്സ് ലൈൻസും കിട്ടും. ആൻറ്റി സ്റ്റോക്സ് ലൈൻസിന് ഫ്രീക്വൻസി കൂടുതലാണ്, സ്റ്റോക്സ് ലൈൻസിന് ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറവാണെങ്കിൽ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ രാമൻ സ്പെക്ട്രമാണ് ചിത്രത്തിൽ കാണുന്നത്. രാമൻ ലൈൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് സ്റ്റോക്സ് ലൈൻസ്, രണ്ടാമത്തത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ്. ആൻറ്റി സ്റ്റോക്സ് ലൈൻസിന് ഫ്രീക്വൻസി കൂടുതലാണ്, സ്റ്റോക്സ് ലൈൻസിന് ഫ്രീക്വൻസി കുറവാണ്. നടുക്ക് കാണുന്ന ആ ഇൻസിഡൻ്റ് ലൈന്, നേരെയുള്ള ലൈനിനെ, താഴെ ഉള്ള ലൈനിനെ നമ്മൾ റാലി ലൈൻ അല്ലെങ്കിൽ പേരന്റ് ലൈൻ അല്ലെങ്കിൽ അൺമോഡിഫൈഡ് ലൈൻ എന്നൊക്കെ വിളിക്കും. റാലി ലൈൻ, പേരന്റ് ലൈൻ ഓർ അൺമോഡിഫൈഡ് ലൈൻ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് രാമൻ അതിൻ്റെ ക്ലാസിക്കൽ തിയറി എന്ന് നോക്കാം. General feature of Raman scattering are given by general features of Raman scattering are given by classical theory. അപ്പോൾ ഈ രാമൻ സ്കാറ്ററിങ്ങിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. രാമൻ എഫക്റ്റിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പറയുക. When a molecule is placed in an electric field E, the field distorts the electronic structure and polarizes the molecule. When a molecule is placed in an electric field E, the field distorts the electronic structure and polarizes the molecule. അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു മോളിക്യൂളിൽ വെച്ചാൽ, ഈ രാമൻ ആക്റ്റീവ് മോളിക്യൂള് ഇരുന്നാൽ ആ ഫീൽഡ് അതിന് ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ പോളറൈസ് ചെയ്യും. പോളറൈസേഷൻ നിങ്ങൾ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ മോളിക്യൂൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു പോളറൈസിബിലിറ്റി ചേഞ്ച്. ഈ പോളറൈസേഷൻ അതായത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി മോളിക്യൂൾ. ദ പോളറൈസേഷൻ പി ഈസ് പ്രപ്പോർഷണൽ ടു, പോളറൈസേഷൻ നമ്മളൊരു വെക്ടറായിട്ട് അളക്കുന്നത്, അത് വേവ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോലും ഇവിടെ. ദ പോളറൈസേഷൻ പി ഈസ് പ്രപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ. പോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡിന് പ്രപ്പോർഷണലാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം പി പ്രപ്പോർഷണൽ ടു ഇ. പോളറൈസേഷൻ വെക്റ്റർ ഓർ സിംപ്ലി പോളറൈസേഷൻ പ്രപ്പോർഷണൽ ടു ഇ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. അപ്പോൾ ആ കാണുന്ന പ്രപ്പോർഷണാലിറ്റിയാണ്. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പി ഈക്വൽ ആൽഫ ഇ എന്നാണ്. പി ഈക്വൽ ആൽഫ ഇ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മുകളിൽ കാണുന്ന ഇക്വേഷൻ പ്രപ്പോർഷണാലിറ്റി സൈനാണ്. താഴെ കാണുന്നതിനകത്ത് ആ സിമ്പിൾ പ്രപ്പോർഷണാലിറ്റി അല്ല, ആൽഫയാണ്, ആൽഫ. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് കാണുമ്പോൾ ചിലർ വിചാരിക്കും മുകളിൽ സമയമില്ലല്ലോ, താഴെ സമം ഉണ്ടല്ലോ എന്ന് ചോദിക്കും, ഈക്വൽ സൈൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, മുകളിൽ പി പ്രപ്പോർഷണൽ ടു ഇ എന്നുള്ളതാണ്. ഈ എല്ലാ പ്രപ്പോർഷണാലിറ്റി സൈനുകളും ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഇട്ട് മാറ്റാമല്ലോ. അപ്പോൾ ഇവിടെ ആ കോൺസ്റ്റൻ്റ് ആൽഫയാണ്. അപ്പോൾ പി ഈക്വൽ ടു ആൽഫ ഇ എന്ന് പറയും. പി ഈക്വൽ ആൽഫ ഇ. ആൽഫ ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ അത് മീഡിയം ഡിപ്പെൻഡ് ആണ്.
P is alpha E, equation number 1, important equation, where alpha is called polarizability. ഈ ആൽഫ എന്ന് പറഞ്ഞ ടേമിനെ ഇവിടെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ പോളറൈസബിലിറ്റി എന്ന് പറയും. പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. When a radiation of frequency nu zero is allowed to fall on the molecule, each molecule experiences a varying electric field. When a radiation of frequency nu zero is allowed to fall on the molecule, each molecule experiences a varying electric field. അതായത് ഫ്രീക്വൻസി ന്യൂ സീറോ ഉള്ള റേഡിയേഷൻ ഈ മോളിക്യൂളിൽ പതിച്ചാൽ മോളിക്യൂളിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. ആ റേഡിയേഷൻ മൂലമുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടും. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ ഇ ഈക്വൽ ഇ സീറോ കോസ് ഒമേഗ സീറോ ടി. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇ ഈക്വൽ ഇ സീറോ കോസ് ഒമേഗ സീറോ ടി എന്ന് എഴുതും. അതായത് ഒരു കൊസൈൻ വേവ് ഇക്വേഷൻ, ഒരു സിമ്പിൾ ഹാർമോണിക് കൊസൈൻ വേവ് ഇക്വേഷൻ കൊണ്ട് നമുക്ക് കാണിക്കാം. ഇ സീറോ എന്ന് പറഞ്ഞാൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ സീറോ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അതിനെഴുതി നമ്മൾ ഇ സീറോ കോസ് 2π ന്യൂ സീറോ ടി എന്ന് പറയും, ഇക്വേഷൻ നമ്പർ 2. ഈ ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ 2π ന്യൂ സീറോ ആണല്ലോ. ഒമേഗ ഇസ് 2π ന്യൂ, അപ്പോൾ ഒമേഗ സീറോ ഇസ് 2π ന്യൂ സീറോ. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ സീറോ. So the field which is acting on the molecule can be written as E is equal to E0 cos 2π nu 0 t, equation number 2. Then the polarizability can be written as alpha is equal to alpha 0 plus beta cos 2π nu m t. അപ്പോൾ പോളറൈസബിലിറ്റി നമുക്ക് എഴുതാം. പോളറൈസബിലിറ്റിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റിയെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൽഫ ഈസ് ആൽഫ 0 പ്ലസ് ബീറ്റ കോസ് 2π ന്യൂ എം ടി. ഒരു പുതിയൊരു ഫ്രീക്വൻസി കടന്നു വരികയാണ്, ന്യൂ എം ടി. ആൽഫ ഈസ് ആൽഫ 0 പ്ലസ് ബീറ്റ കോസ് 2π ന്യൂ എം ടി, വേർ ആൽഫ 0 is the average polarizability, beta is the rate of change of polarizability during vibration, and nu m is the vibrational frequency of the molecule. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ, ന്യൂ സീറോ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ ഈ മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യും. അത് എഴുതുന്ന ഇക്വേഷനാണ് ആൽഫ ഇസ് ആൽഫ 0 പ്ലസ് ബീറ്റ കോസ് പൈ ന്യൂ എം ടി, എം സഫിക്സ് ന്യൂ എം ടി. ആൽഫ 0യെ ആവറേജ് പോളറൈസബിലിറ്റി എന്ന് പറയും, ബീറ്റ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസബിലിറ്റി എന്ന് വിളിക്കാം. ആ ന്യൂ എമ്മിനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓഫ് ദി മോളിക്യൂൾ. സോ ഇക്വേഷൻ 1 വയ്ക്കാം. ഇക്വേഷൻ 1 വെച്ചാൽ പി ഇസ് ആൽഫ ഇ ആണ്. അതിനകത്ത് ആൽഫയുടെ വാല്യൂം ഇയുടെ വാല്യൂം കൊടുക്കുക. ഇക്വേഷൻ 1-നകത്ത് ആൽഫയുടെ വാല്യൂം ഇയുടെ വാല്യൂം കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ ഇക്വേഷൻ? P is alpha 0 plus beta cos pi nu m t into E0 cos 2π nu 0 t, equation number 4. അങ്ങനെ കിട്ടും. നമ്മൾ ഇക്വേഷൻ 1-നകത്ത്, അതായത് പി ഇസ് ആൽഫ ഇ, ആ ഇക്വേഷനകത്ത് ഇയുടെ വാല്യൂം ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് പി ഈക്വൽ ആൽഫ 0 പ്ലസ് ബീറ്റ കോസ് 2π ന്യൂ എം ടി ഇൻറ്റു E0 കോസ് 2π ന്യൂ 0 t. ആ പുറത്തുള്ള E0 കോസ് 2π ന്യൂ 0 t കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പുറത്ത് കിടക്കുന്ന E0 കോസ് 2π ന്യൂ 0 t കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും P ഈക്വൽ ആൽഫ 0 E0 കോസ് 2π ന്യൂ 0 t പ്ലസ് ബീറ്റ E0 കോസ് 2π ന്യൂ 0 t കോസ് 2π ന്യൂ എം ടി. അങ്ങനെ കിട്ടും. രണ്ട് ടേബിളിലേക്ക് കുടിക്കണം. അപ്ലൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ടു സെക്കൻഡ് ടേബിളിൻ്റെ RHS. അപ്പോൾ ഈ ഇക്വേഷൻ്റെ RHSൽ പിയുടെ LHSൽ RHSൽ 2 ടേമുണ്ട്. ആ രണ്ടാമത്തെ ടേമിന് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഒരു ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യണം. ഏത് ഐഡൻറ്റിറ്റിയാണ്? കോസ് എ ഇൻറ്റു കോസ് ബി എന്നുള്ള ഐഡൻറ്റിറ്റി. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കോസ് എ കോസ് ബി? ഇറ്റ് ഇസ് എ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി. B apply a trigonometric identity, that is cos A cos B equal to half of cos A plus B plus cos A minus B. ഈ ഒരു ഐഡൻറ്റിറ്റി അവിടെ കൊടുക്കുകയാണ്.
ആ സെക്കൻഡ് ടേബിൾ. അപ്പോൾ അവിടെ പിന്നെ എ എന്ന് പറഞ്ഞാൽ 2π μ0t വരും, ബി എന്ന് പറഞ്ഞാൽ 2π μmt വരും. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആ മുകളിലത്തെ ഇക്വേഷനകത്ത് RHSലെ സെക്കൻഡ് ടേം മാറും. സെക്കൻഡ് ടേം റീഅറേഞ്ച് ചെയ്ത് ഈ കാണുന്ന പോലെ കൊടുക്കുക നമ്മൾ. ഫസ്റ്റ് ടേം അതേപോലെ റിപ്പീറ്റ് ചെയ്യും. പി ഈസ് ആൽഫ 0 E0 cos 2π μ0t. സെക്കൻഡ് ടേം ഹാഫ് ഓഫ് ബീറ്റ E0 അത് അവിടെ ഉണ്ടല്ലോ, cos 2π μ0 m μ0 പ്ലസ് UMT, അപ്പോൾ a പ്ലസ് ബി എന്നുള്ള രൂപത്തിലാണ്. പ്ലസ് cos 2π μ0 മൈനസ് UMT രണ്ടാമത്തെ ടേമാണ്. a മൈനസ് ബി എന്നുള്ള ടേമാണ് cos a മൈനസ് ബി. അത് ഇക്വേഷൻ നമ്പർ 5. ഈ ഇക്വേഷൻ നമ്പർ 5 വളരെ പ്രധാനപ്പെട്ടതാണ് രാമൻ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്റ്റോക്സ് ലൈൻസും ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ലൈൻ ഈ ഇക്വേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. അതിനകത്ത് 3 ഫ്രീക്വൻസി വരുന്നുണ്ട്. μ0, പിന്നെ μ0 പ്ലസ് μm, മൂന്നാമത്തതായിട്ട് μ0 മൈനസ് μm. ഈ 3 ഫ്രീക്വൻസി വെച്ചിട്ടാണ് രാമൻ ലൈൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. Thus the induced polarization contains 3 distinct frequency components. അപ്പോൾ ഈ ഇക്വേഷനകത്ത് 3 ഫ്രീക്വൻസി കമ്പണൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? μ0, μ0 പ്ലസ് μm ആൻഡ് μ0 മൈനസ് μm. ഇങ്ങനെ 3 ഫ്രീക്വൻസി കമ്പോണൻറ്റുകളുണ്ട്. ദ ഫസ്റ്റ് ഫ്രീക്വൻസി μ0. The first frequency μ0 represents Rayleigh line, parallel line, unmodified line. The first frequency μ0 represents Rayleigh line. ആദ്യത്തെ ഫ്രീക്വൻസി μ0 Rayleigh line കാണിക്കും. Or a parallel line. Parallel line is also known as unmodified line. μ0 plus μm represents anti-Stokes line, a greater frequency. And μ0 minus μm represents Stokes lines, lesser, shorter frequency. It used to be noted that no Raman lines will be observed if the change in polarizability beta is 0. ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ബീറ്റ 0 ആണെങ്കിൽ നമുക്ക് ഈ രാമൻ ഷിഫ്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വീഴുമ്പോൾ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി കാണിക്കുന്ന മോളിക്യൂൾസേ രാമൻ എഫക്റ്റ് കാണിക്കുകയുള്ളൂ. എല്ലാ മോളിക്യൂൾസും എല്ലാ സബ്സ്റ്റൻസും രാമൻ ആക്റ്റീവ് അല്ല. രാമൻ ആക്റ്റീവായിട്ട് കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. അതിൽ റേഡിയേഷൻ പതിക്കുമ്പോൾ ഒരു പോളറൈസബിലിറ്റി ചേഞ്ച് ഉണ്ടാകണം. അത് അതിൻ്റെ ഒരു കണ്ടീഷനാണ്, എസെൻഷ്യൽ കണ്ടീഷനാണ്. പോളറൈസബിലിറ്റി ചേഞ്ച് കാണിക്കുന്ന മോളിക്യൂളാണ് രാമൻ ഷിഫ്റ്റ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിലും നമുക്ക് രാമൻ എഫക്റ്റ് കാണാനായിട്ട് കഴിയില്ല. അപ്പം അതിൻ്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ഈ രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ഈ രാമൻ എഫക്റ്റ്? അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രാമൻ എഫക്റ്റും സ്റ്റോക്സ് ആൻറ്റി സ്റ്റോക്സ് പാരലൽ ലൈനൊക്കെ ഒന്ന് പറയണം. ഗീവ് ദ ക്ലാസിക്കൽ തിയറി ഓഫ് രാമൻ എഫക്റ്റ്. അപ്പോൾ ഇപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് ആ ക്ലാസിക്കൽ തിയറി. കോട്ടൺ തിയറിയും ആദ്യ പാർട്ടും കോട്ടൺ തിയറി ഒരു എസ്സയാണ്. ഈ ആദ്യ പാർട്ടും അതുപോലെ ക്ലാസിക്കൽ തിയറി മറ്റൊരു എസ്സയാണ്. ഏത് തിയറി വേണമെങ്കിലും ചോദിക്കുക. 2 തിയറി പഠിച്ചിരിക്കണം. ആൻഡ് ദറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 44th lecture. We continue our class.